ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. ആ കറിയുടെ പേരാണ് റിക്കങ്ങമ്മ. അതന്നെ റിക്കങ്ങമ്മ, തിരിച്ചു പറഞ്ഞാൽ മാങ്ങാക്കറി. ഈ മാങ്ങാക്കറിക്ക് വേണ്ട സാധനങ്ങൾ തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, തേങ്ങാപ്പാല്. ലാസ്റ്റ് നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീളം മുളക്. നിങ്ങളെ ഇവിടെ എന്താ പറയാ? വത്തമുളക്. വത്തമുളക് എന്നല്ലേ? പച്ചല്ല, ചുമന്ന മുളക്, കൊല്ലം മുളക്. കൊല്ലം മുളക്. അത് ചട്ടിയിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പിന്നെ ഇത് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ മുളക് അതിലിടുമ്പോൾ സൗണ്ട് ഉണ്ടാവും. കറിവേപ്പിലും കൂടി ആ സൗണ്ടൊക്കെ ഉണ്ടായതിന് ശേഷം നമ്മൾ അതിലേക്ക് വീണ്ടും കറിയിലേക്ക് ഒഴിക്കും. അപ്പോൾ നമ്മൾ ആ മാങ്ങാക്കറിയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമുക്ക് ആ എന്താ ചൂടുള്ള ചൂട് സാമ്പാർ. സാമ്പാർ എങ്ങനെ വെക്കുക? അതാണ് വെക്കാറിയുന്ന ആള് പറഞ്ഞത്. സാമ്പാർ എങ്ങനെ വെക്കാന്ന് ചോദിച്ചപ്പോ നിങ്ങളൊക്കെ വെക്കണ പോലെയൊക്കെ തന്നെ അല്ലേ? എന്നിട്ട് അത് കഴിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാ? നോക്കട്ടെ, ഇത് നരീനെ കണ്ട ഞാൻ. സാമ്പാർ വെക്കണ ആളല്ലേ? ഇങ്ങനെയാ കത്തി? അത് ടൗല കൊണ്ട് കൊടുക്ക്. ഇങ്ങോട്ട് മാറി കണ്ടേ. എൻ്റെ മോള് വീട്ടിൽ നന്നായിട്ട് ദോശ ഉണ്ടാക്കും, അടിച്ചു വാരും. ദോശയൊക്കെ ഓക്കെ. ദോശ ഉണ്ടാക്കും, അടിച്ചു വാരും, പിന്നെ ചമ്മന്തി ഉണ്ടാക്കും, എല്ലാം ചെയ്യും. അപ്പം അതേമാതിരി കൊച്ചുകുട്ടികൾ ചെറുപ്പം മുതൽ ചെയ്യണ്ടേ? അതെ, ഇത് എളുപ്പ പരിപാടിയല്ലേ? 4 മതി അല്ലേ? അല്ലേ? വേണ്ട, അത് വേണ്ട, അതൊന്ന് കൊടുത്തേ. ഇതിൽ നിന്ന് ഒരു പീസ് കൂടി ആക്കാൻ പറ്റുമോ? ഇനി ആ ടവലും കൂടി കൊടുത്തേക്ക്. കൊടുക്ക്, നോക്കട്ടെ എന്തൊക്കെ ചെയ്യാൻ അറിയണ്ടല്ലേ? ഇവിടെ ഇപ്പൊ പാചകകലയില് വാചകകലയിലും ഒക്കെ പുരുഷന്മാര് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. എന്താ മാഷിന്റെ അഭിപ്രായം? അല്ലേ? 3 കറി വെക്കും. അത് 3 കല്ല. സാധാരണ 3 കല്ല വെക്കാറ് അടുപ്പ് കൂട്ടാനായിട്ട്. മാഷ് 3 കറി വെക്കും. എന്തൊക്കെ കറി? ഉച്ചക്ക് വെക്കും, പിന്നെ വേണ്ടെന്ന് വെക്കും. ലാസ്റ്റ് വീട്ടില് ഭാര്യയും പറയും മാഷും വേണ്ടെന്ന് പറയില്ലേ? അല്ല, എല്ലാം വേണ്ടെന്ന് വെക്കണോണ്ട് മാഷ് ഇത്രയും കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോ ചേച്ചിക്ക് എന്തെങ്കിലും വേണ്ടെന്ന് വെക്കണ്ടേ? എന്തായാലും മാഷ് ആ കറി വെച്ചല്ലോ അല്ലേ? തീർച്ചയായിട്ടും. പിന്നെന്താ മാഷ, നമുക്ക് അതിങ്ങനെ നന്നായിട്ട് കാണിക്കണം. എന്നാലാണ് അതിന്റെ ഒരു മറ്റേ ആ ടേസ്റ്റ്. ഇപ്പൊ തന്നെ കഴിച്ചാൽ കൊള്ളാന്നൊക്കെ തോന്നിപ്പോല്ലേ? മാങ്ങക്കറി കണ്ടുപിടിച്ച് മാവ് ഞാനോ? നമ്മളിങ്ങനെ കണ്ടു പഠിക്കല്ലേ ഓരോന്ന്. എല്ലാം ഈ കണ്ട കാലം വരെ ഓരോന്ന് കണ്ടു പഠിച്ചാണ് ഇപ്പൊ ഇങ്ങനൊക്കെ ആയി തീർന്നത്. വേറൊരു പുതിയ തരം മാങ്ങക്കറി ഉണ്ടാക്കാൻ പഠിച്ചില്ല. എങ്ങനെ? എല്ലാരും ഉണ്ടാക്കുന്ന മാങ്ങക്കറി കണ്ട് പഠിച്ച് ഇങ്ങനെ വേറൊരു മാങ്ങക്കറി ഉണ്ടാക്കാൻ പഠിച്ചോ? ഞാനാ? പിന്നെ നമ്മളെല്ലാ ടൈപ്പ് കറി ഉണ്ടാക്കരുത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 1, 2, 3 ടൈപ്പ് കറികൾ ഉണ്ടാക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ കറി ഞാൻ തന്നെ പറഞ്ഞു നന്നായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒരു കുറവി ഒരു ആർപ്പൊക്കെ ഒന്ന് വിളിച്ചെങ്കിലേ.
മുഴുവനൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി കടുകും ഇതൊക്കെ താളിച്ച് അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എടുക്കാം അല്ലേ?